ഡെവലപ്മെന്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഓഫ് എ ട്രങ്കേറ്റഡ് പിരമിഡ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു പിരമിഡിനെ ഓക്സിലറി ഇൻക്ലൈൻ പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്ത് റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ബോട്ടം പോർഷന്റെ ലാറ്ററൽ സർഫസിന്റെ ഡെവലപ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡെവലപ്മെന്റ് ഓഫ് സർഫസസ്, ഡെവലപ്മെന്റ് ഓഫ് പ്രിസം, സിലിണ്ടർ, കോൺ ആൻഡ് പിരമിഡ്, ഡെവലപ്മെന്റ് ഓഫ് ട്രങ്കേറ്റഡ് പ്രിസം, സിലിണ്ടർ ആൻഡ് കോൺ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. എച്ച് പിക്ക് ഇൻക്ലൈൻഡ് വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഓക്സിലറി ഇൻക്ലൈൻ പ്ലെയിൻ യൂസ് ചെയ്ത് ഒരു പിരമിഡിനെ കട്ട് ചെയ്ത് ഈ ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഈ ബോട്ടം പോർഷന്റെ ഡെവലപ്മെന്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ട്രങ്കേറ്റഡ് പിരമിഡിന്റെ ഡെവലപ്മെന്റ്. ട്രങ്കേറ്റഡ് പിരമിഡിന്റെ ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. ഇതൊരു പ്രീവിയസ് ഇയർ KTU യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം നമ്പർ 8. എ സ്ക്വയർ പിരമിഡ് 40 mm side of base and height 60 mm rest with its base on HP with one of its edges of base parallel to VP. It is cut by a section plane perpendicular to VP and inclined at 45 degree to HP and bisecting the axis. Draw the development of the truncated pyramid. ഈ പ്രോബ്ലം ചെയ്യാനുള്ള സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് ദ ഗിവൺ സോളിഡ്. ഇവിടെ സോളിഡ് സ്ക്വയർ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP സച്ച് ദാറ്റ് വൺ ബേസ് എഡ്ജ് പാരലൽ ടു VP. അപ്പൊ ഇതിന്റെ ടോപ്പ് വ്യൂ സ്ക്വയർ കിട്ടും, വൺ സൈഡ് XY ലൈന് പാരലായിട്ട്. ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ കിട്ടും, ഹൈറ്റ് 60 mm. നെക്സ്റ്റ് സ്റ്റെപ്പ്, സെക്ഷൻ ഓഫ് ദ സോളിഡ്സ് വരയ്ക്കുക. ഇവിടെ സെക്ഷൻ പ്ലെയിൻ തന്നിരിക്കുന്നത് ഓക്സിലറി ഇൻക്ലൈൻ പ്ലെയിൻ ആണ്. മേക്കിംഗ് 45 ഡിഗ്രി വിത്ത് HP ആൻഡ് ബൈസെക്ടിങ് ദ ആക്സിസ്. ആക്സിസിലൂടെ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ലൈൻ വരയ്ക്കുക ഫ്രണ്ട് വ്യൂവില്. കാരണം ഓക്സിലറി ഇൻക്ലൈൻ പ്ലെയിൻ ഫ്രണ്ട് വ്യൂവിലാണ് ലൈൻ ആയിട്ട് കാണുന്നത്. ഫ്രണ്ട് വ്യൂവില് സെക്ഷൻ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ദെൻ ടോപ്പ് വ്യൂവില് സെക്ഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് സെക്ഷണൽ ടോപ്പ് വ്യൂ ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രോബ്ലത്തിൽ സെക്ഷണൽ ടോപ്പ് വ്യൂ ചോദിച്ചിട്ടില്ല. ബട്ട് എനിവേ നമുക്കത് വരയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡെവലപ്മെന്റ് ഓഫ് സ്ക്വയർ പിരമിഡ് വരയ്ക്കണം. സ്ക്വയർ പിരമിഡിനെ വൺ ഫേസ് എഡ്ജിന് അബൌട്ട് കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഒരു പ്ലെയിൻ സർഫസിൽ കൊണ്ടുവെക്കുമ്പോൾ ഈ കിട്ടുന്നതാണ് സ്ക്വയർ പിരമിഡിന്റെ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, സെക്ഷൻ പോയിന്റ്സിനെ വരച്ചിരിക്കുന്ന ഡെവലപ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ടു സോൾവ് ദിസ് പ്രോബ്ലം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്. വൺ ബേസ് എഡ്ജ് പാരലൽ ടു VP ആയതുകൊണ്ട് ടോപ്പ് വ്യൂവിൽ സ്ക്വയർ, വൺ സൈഡ് പാരലൽ ടു XY ലൈൻ ആയിട്ട് കിട്ടും. ഫ്രണ്ട് വ്യൂവിൽ ട്രയാങ്കിൾ, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 60 mm. തിൻ ലൈൻ യൂസ് ചെയ്ത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക. വൺ ബേസ് എഡ്ജ് പാരലൽ ടു XY ലൈൻ, ഡയമെൻഷൻ 40 mm ൽ ടോപ്പ് വ്യൂ സ്ക്വയർ വരയ്ക്കുക. ഫേസ് എഡ്ജസ് ജോയിൻ ചെയ്യുക. ബേസ് പോയിന്റ്സ് ABCD ആൻഡ് അപ്പെക്സ് O നെയിം ചെയ്യുക. ടോപ്പ് വ്യൂ ഈസ് കംപ്ലീറ്റഡ്. 60 mm എബോ ആയിട്ട് അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്യുക. ബേസ് പോയിന്റ്സിന്റെ ഫ്രണ്ട് വ്യൂ XY ലൈനിൽ കിട്ടും. 60 mm എബോ ആയിട്ട് അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്യുക. എബോ ആയിട്ട് അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്യുക. ചെയിൻ തിൻ സിംഗിൾ ഡാഷ് യൂസ് ചെയ്ത് ആക്സിസ് വരയ്ക്കുക. ഫേസ് എഡ്ജസ് ജോയിൻ ചെയ്യുക. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദ സോളിഡ് ഈസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ്, സെക്ഷൻ ഓഫ് ദ സോളിഡ്സ് വരയ്ക്കുക. ഇവിടെ സെക്ഷൻ പ്ലെയിൻ 45 ഡിഗ്രി ഇൻക്ലൈൻ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ബൈസെക്ടിങ് ദ ആക്സിസ്. അപ്പോൾ ഫ്രണ്ട് വ്യൂയിൽ XY ലൈനിന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ആക്സിസിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ സെക്ഷൻ ലൈൻ വരയ്ക്കാൻ പറ്റും. മിഡ് പോയിന്റ് ഓഫ് ദ ആക്സിസ് 30 mm ലൊക്കേറ്റ് ചെയ്ത് അതിലൂടെ ഒരു ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുക. ഈ ലൈനിന് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വരുന്ന രീതിയിലാണ് സെക്ഷൻ ലൈൻ വരയ്ക്കേണ്ടത്. നമുക്ക് ഈ ഡയറക്ഷൻ എടുക്കാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കാം. ബട്ട് ഞാൻ ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഷോർട്ടസ്റ്റ് എഡ്ജ് ഇവിടെ കിട്ടുന്ന രീതിയിൽ ഈ ഡയറക്ഷനിലേക്കാണ് 45 ഡിഗ്രി എടുത്തിരിക്കുന്നത്. സെക്ഷൻ ലൈൻ ചെയിൻ ഇൻ സിംഗിൾ ഡാഷ്
thick at both end. നെക്സ്റ്റ് ഫ്രണ്ട് വ്യൂവിലെ സെക്ഷൻ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ബാക്കിൽ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ടോട്ടൽ 4 പോയിന്റ്സ്. 1 2 2യുടെ ബാക്കിലായിട്ട് 3, 1ന്റെ ബാക്കിലായിട്ട് 4. ഇവിടെ A ഡാഷ് O ഡാഷ് ആൻഡ് D ഡാഷ് O ഡാഷ് 2 ലൈൻസ്, ദർഫോർ 2 പോയിന്റ്സ്. 1 ഡാഷ് ഒരു പോയിന്റ് ബാക്കിലെ ഹിഡൻ പോയിന്റ് ആണ്, അത് പിന്നീട് നെയിം ചെയ്യാം. അടുത്തത് ഇവിടെ മീറ്റ് ചെയ്യുന്നതായി കാണാം, ബട്ട് ഇത് ആക്സിസ് ലൈൻ ആണ്, ഇവിടെ പോയിന്റ്സ് ഇല്ല. നെക്സ്റ്റ് പോയിന്റ്സ് വരുന്നത് C ഡാഷ് O ഡാഷ് ആൻഡ് B ഡാഷ് O ഡാഷ് 2 ലൈൻസ്, 2 പോയിന്റ്സ്, 1 പോയിന്റ് വിസിബിൾ. ബാക്കിലുള്ള പോയിന്റിന് C ഡാഷ് O ഡാഷിലെ പോയിന്റിന് 3 ഡാഷ് കൊടുക്കുന്നു. നേരത്തെ നെയിം ചെയ്യാൻ ബാക്കി വെച്ചിരുന്ന പോയിന്റ് 4 ഡാഷ്. ഈ പ്രോബ്ലത്തിൽ ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ട്രങ്കേറ്റഡ് പിരമിഡ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. സെക്ഷണൽ ടോപ്പ് വ്യൂ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. എനിവേ നമ്മൾ ജസ്റ്റ് വരയ്ക്കുന്നു. സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടി സെക്ഷണൽ ഫ്രണ്ട് വ്യൂ പോയിന്റ്സിനെ ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യുക. 1 ഡാഷ് A ഡാഷ് O ഡാഷിലാണ്, ദർഫോർ 1 AOയിലായിരിക്കും. 4 ഡാഷ് D ഡാഷ് O ഡാഷിലാണ്, ദർഫോർ 4 DOയിലായിരിക്കും. നെക്സ്റ്റ് 2 ഡാഷ് 3 ഡാഷ് എന്ന് പ്രൊജക്ടർ ടോപ്പ് വ്യൂയിലേക്ക് വരയ്ക്കുക. 2 ഡാഷ് O ഡാഷ് B ഡാഷിലാണ്, ദർഫോർ 2 OBയിലായിരിക്കും. 3 OCയിൽ. 1 2 3 4 സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. 45 ഡിഗ്രി ലൈൻ യൂസ് ചെയ്ത് ഹാച്ച് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡെവലപ്മെന്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് ഓഫ് ദ പിരമിഡ് വരയ്ക്കണം. ഇവിടെ ഫേസ് എഡ്ജ് AOക്ക് എബൌട്ട് ഈ പിരമിഡിനെ കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഒരു പ്ലെയിൻ സർഫസിൽ കൊണ്ടുവെക്കുമ്പോൾ കിട്ടുന്ന ഈ ഷേപ്പാണ് ഈ സ്ക്വയർ പിരമിഡിന്റെ ഡെവലപ്മെന്റ്. ഈ ഷേപ്പ് വരയ്ക്കാൻ OA ലെങ്ത്തിൽ ആർക്ക് വരച്ച്, അതായത് ഫേസ് എഡ്ജിന്റെ ട്രൂ ലെങ്ത്തിൽ ആർക്ക് വരച്ച് അതിലേക്ക് ബേസ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് 4 ടൈംസ് കട്ട് ചെയ്താൽ ഈ സ്ക്വയർ പിരമിഡിന്റെ ഡെവലപ്മെന്റ് കിട്ടും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ O ഡാഷ് A ഡാഷ് ആൻഡ് O ഡാഷ് B ഡാഷ് ഉണ്ട്. ഇതാണ് ഫേസ് എഡ്ജ് ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത്. ഈ ലെങ്ത് യൂസ് ചെയ്ത് ഇവിടെ OA ആയി കൺസിഡർ ചെയ്ത് ആർക്ക് വരച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം ഡെവലപ്മെന്റിലെ എല്ലാ ഡയമെൻഷൻസും ട്രൂ ലെങ്ത് ആയിരിക്കണം. ഇവിടെ O ഡാഷ് A ഡാഷ് ആൻഡ് O ഡാഷ് B ഡാഷ് ഈ 4 ഫേസ് എഡ്ജസും ഫ്രണ്ട് വ്യൂവിൽ ഈ പൊസിഷനിൽ സോളിഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ ട്രൂ ലെങ്ത് അല്ല കിട്ടുന്നത്. ഇതൊക്കെ റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, AO BO CO ആൻഡ് DO ലൈൻസ് ഇൻക്ലൈൻ ടു HP and VP, therefore top view and front view reduced length ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ടോപ്പ് വ്യൂ നോക്കിയാലും മനസ്സിലാകും, ടോപ്പ് വ്യൂവിൽ OB OC OD OA XY ലൈൻ ഇൻക്ലൈൻഡ് ആണ്. ലൈൻ പാരലൽ ടു VP ആകുമ്പോഴാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് കിട്ടുന്നത്. ആ കണ്ടീഷനിൽ ടോപ്പ് വ്യൂ XY ലൈനിന് പാരലൽ ആയിരിക്കും. ഫേസ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യണം. അതിന് ചെയ്യുന്നത് ഒരു ഫേസ് എഡ്ജിനെ റൊട്ടേറ്റ് ചെയ്ത് VPക്ക് പാരലാക്കി വെക്കുന്നു. അതിന് ചെയ്യേണ്ടത് OBയെ റൊട്ടേറ്റ് ചെയ്ത് XY ലൈനിൽ പാരലേക്ക് കൊണ്ടുവരിക. ടോപ്പ് വ്യൂ ഓഫ് 1 ഫേസ് എഡ്ജിനെ റൊട്ടേറ്റ് ചെയ്ത് XY ലൈനിൽ പാരലായി കൊണ്ടുവരിക. തിൻ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. OB റേഡിയസിൽ ആർക്ക് വരച്ചു. ബിയുടെ പുതിയ പൊസിഷൻ B1 XY ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഈ പോയിന്റ് B1 ഡാഷ് O ഡാഷ് B1 ഡാഷ് ലൈൻ വരയ്ക്കുക. ഇതായിരിക്കും ട്രൂ ലെങ്ത് ഓഫ് ദ ഫേസ് എഡ്ജ്. O ഡാഷ് B ഡാഷ് എടുക്കരുത്, B1 ഡാഷ് റേഡിയസിൽ O സെൻറ്ററായിട്ട് ആർക്ക് വരയ്ക്കുക. ബേസ് എഡ്ജ് ലെങ്ത് ഈ ആർക്കിൽ കട്ട് ചെയ്യാം. സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ട് 4 ടൈംസ് കട്ട് ചെയ്യുക. ഫോൾഡിംഗ് ലൈൻസ് ജോയിൻ ചെയ്യുക തിൻ ലൈൻ യൂസ് ചെയ്തിട്ട്. AB BC CD ആൻഡ് DA ബേസ് എഡ്ജസ് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഡെവലപ്മെന്റ് ഓഫ് ദ സോളിഡ് ഈസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ സെക്ഷൻ ചെയ്തപ്പോൾ കിട്ടിയ സെക്ഷൻ പോയിന്റ്സ് ഡെവലപ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 1 ഡാഷ് O ഡാഷ് A ഡാഷിലാണ്. O ഡാഷ് 1 ഡാഷ് ഡിസ്റ്റൻസ് എടുത്തിട്ട് OAയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം O ഡാഷ് A ഡാഷ് ട്രൂ ലെങ്ത് അല്ല. ദെർഫോർ O ഡാഷ് 1 ഡാഷും ട്രൂ ലെങ്ത് ആയിരിക്കില്ല. ഡെവലപ്മെന്റിൽ നമുക്ക് ട്രൂ ലെങ്ത് മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ.
ഇവിടെ ട്രൂ ലെങ്ത് ഓഫ് ദ ഫേസ് എഡ്ജ് O ഡാഷ് B1 ഡാഷ് ആണ്. എല്ലാ സെക്ഷൻ പോയിന്റ്സിന്റെയും ട്രൂ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സെക്ഷൻ പോയിന്റ്സിനെയും O ഡാഷ് B1 ഡാഷിലേക്ക്, അതായത് ട്രൂ ലെങ്ത് ഓഫ് ദ ഫേസ് എഡ്ജിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. O ഡാഷ് B1 ഡാഷിലുള്ള പോയിന്റ്സ് ആണ് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതിന് ഓരോ പോയിന്റ്സിനും O ഡാഷ് B1 ഡാഷ്, അതായത് ട്രൂ ലെങ്തിലേക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ച് പ്രൊജക്റ്റ് ചെയ്യുക. ഈ പോയിന്റ്സ് ആണ് 1-1 ഡാഷ് ആൻഡ് 4-1 ഡാഷ്. ഇവിടെ 2-1 ഡാഷ് ആൻഡ് 3-1 ഡാഷ് കിട്ടും. O ഡാഷ് 1 ഡാഷ് എടുക്കരുത്, O ഡാഷ് 1-1 ഡാഷ് ട്രൂ ലെങ്ത് എടുത്തിട്ട് 1 ഡാഷ് A ഡാഷ് O ഡാഷിലായതുകൊണ്ട് 1AOയിലായിരിക്കും. സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് 4 ഡാഷിനുള്ളത്. 4 ഡാഷ് D ഡാഷ് O ഡാഷിലാണ്, ദർഫോർ 4DOയിലായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്സ് 2 ഡാഷ് ആൻഡ് 3 ഡാഷ് ഇതെടുക്കരുത്. ട്രൂ ലെങ്തിലുള്ള 2-1 ഡാഷ് ആൻഡ് 3-1 ഡാഷ് എടുക്കുക. 2 ഡാഷ് B ഡാഷ് O ഡാഷിലായതുകൊണ്ട് 2BOയിൽ കിട്ടും. സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് പോയിന്റ് 3 ഡാഷിനും. 3 ഡാഷ് O ഡാഷ് C ഡാഷിലായതുകൊണ്ട് 3OCയിൽ കിട്ടും. 1 2 3 4 1 സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഈ പോർഷനാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. കോൺ ആണെങ്കിൽ സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. പിരമിഡ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. 1A തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ ബേസ് വിസിബിൾ ആയതുകൊണ്ട് ബേസ് എഡ്ജസും തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഫ്രണ്ട് വ്യൂയിലും ടോപ്പ് വ്യൂയിലും റീറ്റെയിൻ ചെയ്ത പോർഷൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഗിവൺ ഡാറ്റ ഡയമെൻഷൻ ചെയ്യുക. ഇവിടെ ബോട്ടം പോർഷനായ ഇതാണ് റീറ്റെയിൻ ചെയ്ത പോർഷൻ, ഇത് റിമൂവ് ചെയ്ത പോർഷനാണ്. ഈ സർഫസിനെ ഫേസ് എഡ്ജസിന് അബൌട്ട് ഫോൾഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രങ്കേറ്റഡ് സോളിഡ് കിട്ടും. ഇതാണ് അതിൻ്റെ സെക്ഷണൽ സർഫസ്. നെക്സ്റ്റ് വീഡിയോയിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ് അപ്ലൈ ചെയ്തിട്ട് സോളിഡ്സിൻ്റെ പുറത്തുള്ള 2 പോയിന്റ്സ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.